നമ്മുടെ ജീവിതത്തിലേക്കും നമ്മുടെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതത്തിലേക്കും ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. ആരും ആഗ്രഹിക്കുന്നതല്ല ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമ്മുടെ ജന്മം തന്നെ നാം ആഗ്രഹിച്ചിട്ടോ നമ്മുടെ താല്പര്യപ്രകാരമോ അല്ല. ജീവിതത്തിലേക്ക് കടന്നു വരുന്നതൊക്കെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ബുദ്ധിപരമായ നിലപാട് സ്വീകരിക്കുകയും മാത്രമാണ് അർത്ഥപൂർണമായ ജീവിതത്തിലേക്കുള്ള വഴി. ഓരോ പ്രയാസങ്ങൾ വരുമ്പോഴും അവ നമ്മെ തകർത്തെറിയാനാണെന്ന് തോന്നും. പക്ഷേ സൂര്യൻ മറഞ്ഞ് ഇരുൾ മൂടുന്നത് ഇരുട്ടിൻ്റെ ശക്തികൾ വളരാനല്ല, പുതിയ പുലരിക്ക് വേണ്ടിയുള്ള ശക്തമായ തയ്യാറെടുപ്പുകൾ നടത്താനാണ്. കൊടുങ്കാറ്റുകളെല്ലാം തകർത്തെറിയാനുള്ളതല്ല, പിടിച്ചു നിൽക്കണം, ശക്തരാകണം, എങ്കിലേ അതിജീവിക്കാൻ അർഹതയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്താനാണ്. തിരമാലകൾ അലറി വിളിച്ചു വരുന്നത് എല്ലാം നശിപ്പിക്കാനല്ല, ശുദ്ധീകരിക്കാനും പ്രതിബന്ധങ്ങളെ എങ്ങനെ തകർത്തെറിയാമെന്ന് കാണിച്ചു തരാനുമാണ്. ഈ സന്ദേശത്തിലേക്ക് വെളിച്ചം വീശുന്ന കഥയാണിത്. ഒരിടത്ത് ആയുധ അഭ്യാസത്തിൽ നിപുണനായ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഉപദേശകനായി പണ്ഡിതനും ബുദ്ധിമാനുമായ ഒരു മന്ത്രിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ രാജാവ് വാൾപ്പയറ്റ് പരിശീലിക്കുകയായിരുന്നു. വാളുകൊണ്ടുള്ള ചെറിയൊരു പോറലേറ്റ് രാജാവിൻ്റെ വിരലിൽ മുറിവ് പറ്റി. ഉടനെ മന്ത്രി വിളിച്ചു വരുത്തി. രാജാവിൻ്റെ വിരലിലേറ്റ മുറിവ് കണ്ട ഉടനെ മന്ത്രി പറഞ്ഞു, എല്ലാം നല്ലതിന്. മന്ത്രിയുടെ നിർദ്ദയമായ വാക്കുകൾ രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം മന്ത്രിയെ ജയിലിലടയ്ക്കാൻ കൽപ്പിച്ചു. കൽപ്പന കേട്ടപ്പോഴും മന്ത്രി പറഞ്ഞു, എല്ലാം നല്ലതിന്. അങ്ങനെ മന്ത്രി ജയിലിലായി. ദിവസങ്ങൾ കഴിഞ്ഞു. മന്ത്രിയുടെ സാന്നിധ്യം ഇല്ലാതെ ഭരണകാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഒരു ദിവസം രാജാവ് ഭടന്മാരോടൊത്ത് നായാട്ടൻ പുറപ്പെട്ടു. നായാട്ടനിടയിൽ രാജാവിന് വഴിതെറ്റി ഭടന്മാരിൽ നിന്ന് ഒറ്റപ്പെട്ട് ഒരു ഘോര വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ടു. ദിശയറിയാതെ അലഞ്ഞു നടന്ന രാജാവിനെ ഒരു കൂട്ടം കാട്ടുമനുഷ്യർ പിടികൂടി. അവർ പൂജാകർമ്മങ്ങൾക്കായി ബലിയർപ്പിക്കാൻ ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുന്ന സമയമായിരുന്നു. രാജാവിനെ അവർ മൂപ്പൻ്റെ മുന്നിൽ ഹാജരാക്കി. ബലിക്ക് പറ്റിയ മനുഷ്യനെന്ന് മൂപ്പൻ വിലയിരുത്തി. ബലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ആരംഭിച്ചു. രാജാവ് തൻ്റെ അന്ത്യം ഉറപ്പിച്ചു. പക്ഷേ അവസാനഘട്ട പരിശോധനയിൽ രാജാവിൻ്റെ വിരൽ മുറിഞ്ഞിരിക്കുന്ന പൂജാരിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കുറവുകളുള്ള മനുഷ്യനെ ബലിക്ക് പറ്റില്ല. അവർ രാജാവിനെ വിട്ടയച്ചു. ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ രാജാവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. എങ്ങനെയൊക്കെയോ ഭടന്മാരെ കണ്ടെത്തി കൊട്ടാരത്തിലേക്ക് മടങ്ങി. വിരൽ മുറിഞ്ഞതാണ് തൻ്റെ ജീവൻ രക്ഷിച്ചതെന്ന് രാജാവിന് ബോധ്യപ്പെട്ടു. വിരൽ മുറിഞ്ഞപ്പോൾ എല്ലാം നല്ലതിന് എന്ന് പറഞ്ഞ മന്ത്രിയുടെ വാക്കുകൾ എത്ര അർത്ഥവത്താണെന്ന് രാജാവ് ചിന്തിച്ചു. അദ്ദേഹം മന്ത്രിയെ ജയിൽ മോചിതനാക്കി. മന്ത്രിയോട് പറഞ്ഞു, എൻ്റെ വിരൽ മുറിഞ്ഞപ്പോൾ എല്ലാം നല്ലതിന് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങളെ ജയിലിൽ അടച്ചപ്പോൾ എല്ലാം നല്ലതിന് എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എങ്ങനെ സത്യമാകും? മന്ത്രി പറഞ്ഞു, ജയിലിൽ അടച്ചത് കൊണ്ടല്ലേ എനിക്ക് നായാട്ടിന് അങ്ങയുടെ കൂടെ വരാൻ പറ്റാതിരുന്നത്. ഞാനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും അങ്ങ് ഒറ്റപ്പെടുമ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. രണ്ടുപേരെയും കാട്ടുമനുഷ്യർ പിടികൂടുകയും ചെയ്യും. അങ്ങേ വിരൽ മുറിഞ്ഞതിൻ്റെ പേരിൽ വിട്ടയക്കുമ്പോൾ എന്നെ ബലി നൽകും. അങ്ങനെ ജയിലിലായതിനാൽ എൻ്റെ ജീവനും തിരിച്ചു കിട്ടി. മന്ത്രിയുടെ ബുദ്ധിശക്തിയിലും നിരീക്ഷണ പാടവത്തിലും രാജാവ് സംതൃപ്തനായി. മന്ത്രിക്ക് സമ്മാനങ്ങളും ഉയർന്ന സ്ഥാനമാനങ്ങളും നൽകി ആദരിച്ചു. ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ ബുദ്ധിമുട്ടുകളും നമ്മുടെ തന്നെ ഗുണത്തിനാണെന്ന് ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ബുദ്ധിമാന്മാർക്ക് അത് കൃത്യമായി അറിയാനാകുമെന്നതിൻ്റെ ഉദാഹരണമാണ് മന്ത്രി. ചിലർക്ക് സംഭവങ്ങൾ കഴിഞ്ഞ് അതിൻ്റെ ഗുണഫലങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് കാര്യങ്ങളുടെ മറുവശം മനസ്സിലാവുക. കഥയിലെ രാജാവ് ഇത്തരക്കാരനാണ്. ചുരുക്കത്തിൽ ശുഭാപ്തി വിശ്വാസം മുറുകെ പിടിക്കുന്നത് ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ സഹായിക്കും. ഈ കഥയുടെ സന്ദേശം ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്താൽ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.